ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് ഏത് വണ്ടി എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ വണ്ടിയുടെ റിവ്യൂ ആരും എടുത്തിട്ടില്ല. എൻ്റെ അറിവിൽ ഇതുവരെ ഇത് വണ്ടിയുടെ റിവ്യൂ ആരും എടുത്തിട്ടില്ല. പിന്നെ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്, നമ്മൾ സാദിക്കൊല്ലം സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അത് എല്ലാ വണ്ടിയുടെ കുട്ടിയാണ്. പക്ഷേ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന നിജാത്തിൻ്റെ ജെല്ലിക്കട്ട് 2.0 അതിൻ്റെ റിവ്യൂ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ വണ്ടി നമ്മൾ ഇവിടെ കിടപ്പുണ്ട്, എല്ലാവർക്കും കാണാം. അതാണ്ട് ചെറുക്കൻ ഇവിടെ വെയിറ്റിംഗ് ആണ് നമുക്ക് വേണ്ടി. നമുക്ക് ഇനി ചെറുക്കൻ്റെ ഫുൾ വിശേഷം നമുക്ക് ഇന്ന് കണ്ടു, ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ. അതിനു മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ മുമ്പത്തെ വീഡിയോസ് കാണണം. നമുക്ക് 2 ചാനൽ വേറെ ഉണ്ട്, AVRS പ്രാങ്ക്സ്, AVRS ഷോർട്സ്. അതിൻ്റെ ലിങ്ക് അടിയിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണം. അതിനകത്തായിരിക്കും വീഡിയോ എഡിറ്റ് ചെയ്ത് അതിനകത്ത് ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട്. അപ്പം വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മേൽഭാഗം വെള്ളം പറഞ്ഞാൽ 8 ടോപ്പ് ലൈറ്റ് ആവുക. 8 ടോപ്പ് ലൈറ്റ് നിയർ സ്ട്രിപ്പ് എടുക്കണം. നമ്മളെ വീഡിയോ കാണിക്കുക ആ ലൈറ്റ് കത്തുന്നതൊക്കെ. പിന്നെ പറഞ്ഞാൽ നിജാത്ത് അവരെ ബ്രാൻഡ് നെയിം ഒക്കെ ആയിട്ട് നമ്മൾ കാണാൻ കഴിയും. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ ജെല്ലിക്കട്ട് 2.0. അത് നമുക്ക് വണ്ടി കാണാൻ കഴിയും. വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ വണ്ടി. നിജാതിൻ്റെ വണ്ടികളെല്ലാം നിങ്ങൾക്ക് അറിയാം, ഒന്നിനും മിച്ചമല്ല വണ്ടി. പിന്നെ ഈ വണ്ടിയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു വണ്ടിയാണ്. പിന്നെ പറഞ്ഞാൽ ഫോർ അവർ നമ്മുടെ ഗ്ലാസ്സിൽ തന്നെ ഇരുന്നുണ്ട്. അവരെ പാക്കേജറിൻ്റെ വരെ 4 അവർ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് വരുന്ന മെയിനായിട്ട് ലൈലൻഡിൻ്റെ ചേസ്, പ്രകാശിൻ്റെ ബോഡി, സെഡോണ്, ഇതാ വണ്ടിക്കകത്ത് വരുന്നത്. പിന്നെ പറഞ്ഞാൽ അഡീഷണൽ ബമ്പർ ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് നമ്മളെ മഞ്ഞത്തൊക്കെ പോകുമ്പോൾ ഊട്ടിയൊക്കെ കയറുമ്പോൾ ഇടുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നല്ല അലങ്കാരികമായിട്ട് നമ്മളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാണ്ട് ഇവിടെ നമ്മളെല്ലാ വണ്ടിക്കകത്ത് തന്നെ നിയോ സ്ട്രിപ്പ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ അതാണ്ട് ഈ ലൈറ്റ് അഡീഷണൽ 2 ഫോഗ് ലൈറ്റും പിന്നെ അഡീഷണൽ ഹെഡ് ലൈറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ബമ്പറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് ബമ്പർ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ അവിടെ ലിപ്പ് ഉണ്ട് വണ്ടിക്ക്. ലിപ്പിലും നിയോൺ സ്ട്രിപ്പ് ലൈറ്റ് പോകുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ഫ്രണ്ടിലെ വിശേഷങ്ങൾ. നമ്മളെ വണ്ടി കാണാൻ എങ്ങനെ ഫ്രണ്ട് കൊണ്ട് ഒരു മാരക സാധനം തന്നെ ഇതാണ്ട നമുക്ക് കാണാൻ കഴിയും. ഓ ഗൈസ് നോക്ക്, എൻ്റെ മോനെ ഒരു എടുപ്പ് നോക്കൂ വണ്ടിയുടെ. ഇപ്പം കണ്ട ഫ്രണ്ടിലെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ കണ്ട. ഇനിയിപ്പോൾ എന്നാൽ വണ്ടിയുടെ സൈഡിലെ വിശേഷങ്ങൾ, ഡ്രൈവർ സൈഡിലെ വിശേഷങ്ങൾ ഇപ്പം എന്ന് വെച്ചാൽ ഒരു ഗ്രീൻ ബ്ലാക്ക് കോംബോ. ഇതിലാ വണ്ടി പെയിൻറ്റിങ് ഫുള്ള് പെയിൻറ്റിങ്. ബദ്രി അണ്ണൻ്റെ പെയിൻറ്റിങ് എടുത്ത് പറയേണ്ടത്. ബദ്രി അണ്ണൻ്റെ പെയിൻറ്റിങ്, ബദ്രി അണ്ണൻ്റെ ഒരു മൊബൈൽ നമ്പരും ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് നെയിം നിജാത്ത്. അത് സ്റ്റിക്കർ വർക്കാട്ടോ, നിജാത്തിൻ്റെ സ്റ്റിക്കർ വർക്ക് ബ്രാൻഡ് നെയിം. അത് തന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബ്ലാക്ക് കോംബോ ഇതിലാ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഈ സൈഡിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പം കളർ ചേഞ്ച് ആവുന്നുണ്ട്. ഗ്രേ ബ്ലാക്ക് കോംബോ ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു എമർജൻസി ഡോറ്, അതെല്ലാ വണ്ടിയും കാണുന്ന പോലെ തന്നെ എമർജൻസി ഡോറ്. പിന്നെ പറഞ്ഞാൽ നമ്മൾ കണ്ട മേളിൽ എല്ലാ വണ്ടിയിലും ഉള്ള പോലെ തന്നെ ഒരു കിടിലൻ ഡയലോഗ്, ബി ദ ഗെയിം ചേഞ്ചർ. പിന്നെ മാരക ഡയലോഗ്. പിന്നെന്തോ നമ്മൾ ആ കണ്ട പോലെ ഇപ്പം നമ്മളെടുക്കുന്ന വണ്ടിക്കകത്തല്ലേ ഈ ലൈറ്റുകൾ വരുന്നുണ്ട്. ആണ്ട് ഈ ലൈറ്റ് ഭവ്യയ്ക്ക് നമ്മളടുത്ത് അനിയില്ല, അതിനകത്തൊക്കെ ഈ ലൈറ്റ് വരുന്നുണ്ട്. ഉണ്ട് ആ സൈഡിൽ ഇങ്ങനെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ അതാണ്ട് സ്റ്റോറേജ് ഇത് സ്റ്റോറേജ്. ഇത് ഡീസൽ ടാങ്ക്, ഡീസലിൻ്റെ തുറക്കുന്നത് ഇതാണ്ട് ഡീസലിൻ്റെ. പിന്നെ ബദ്രി അണ്ണൻ്റെ അത് പറഞ്ഞ ബദ്രി അണ്ണൻ്റെ നമ്പർ, പിന്നെ നിജാത്തിൻ്റെ അത് പറഞ്ഞ പോലെ തന്നെ. പിന്നെ സൈഡ് നമ്പർ പ്ലേറ്റ് സാധാ വണ്ടി കാണുന്ന പോലെ തന്നെ നമ്പർ പ്ലേറ്റ്.
വണ്ടിയുടെ ബാക്കിലോട്ട് വന്നുള്ള വിശേഷം എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ നജാദ് കാണുന്നുണ്ട്. പിന്നെ അവരെ ബുക്കിംഗ് സൗകര്യമുള്ള സ്ഥലങ്ങൾ ആ നമ്പർ നമ്മൾ ഡിസ്കഷനിൽ കൊടുക്കുന്നതായിരിക്കും മുഖ്യ സൗകര്യത്തിന് ആവശ്യത്തിനൊക്കെ. പിന്നെ പറഞ്ഞാണ്ടേ നജാദിൻ്റെ ഒരു എംബ്ലം, വണ്ടിയുടെ എംബ്ലം അവിടെ കാണുന്നുണ്ട്. പിന്നെ പ്രകാശിൻ്റെ ബോഡിയുണ്ട്, പ്രകാശിൻ്റെ എംബ്ലം ഉണ്ട്. ഇതൊരു പ്രത്യേകത. സെഡോണി വരുന്നതിൽ ഒരു കിരൺ ലൈറ്റ് അധികം വരുന്നുണ്ട് ആയിക്കോട്ടെ, നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ മേളിൽ ഒരു കിരൺ ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ പറയാൻ വിട്ടൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു, ഇത് കണ്ടോ വണ്ടി രാത്രി പോകുമ്പോൾ ഫ്ലാഷ് ലൈറ്റ്, മൊത്തം ഫ്ലാഷ് ലൈറ്റ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റോറേജാണ്. സൈഡിലുണ്ട് സ്റ്റോറേജ്, ഈ സൈഡിലുണ്ട് സ്റ്റോറേജ്, പുറകിലുണ്ട് സ്റ്റോറേജ്. ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ കുക്ക് ചെയ്യാം, നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ക്യാമറ, ഫ്രണ്ടിലൊരു ക്യാമറ ഇരിക്കൊണ്ട് നമ്മളെ ക്യാബിനിൽ കാണിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ അടി വരുന്ന ലൈറ്റുകൾ, നമ്പർ ബോർഡ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ്ട് ഈ ലൈറ്റ് വരുന്നുണ്ട്, അവിടെ കണ്ട പോലെ തന്നെ ലൈറ്റുകൾ അടിയിലോട്ട് വരുന്നുണ്ട്, പച്ച ഫ്ലാഷ് ലൈറ്റ്. മച്ചാമാരെ നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ട കണക്ക് തന്നെ ലെഫ്റ്റ് സൈഡിൽ നജാദിൻ്റെ ഡയലോഗ് വരുന്നുണ്ട്. പിന്നെ നജാദിൻ്റെ ഇത് വരുന്നുണ്ട്, ഗ്രൂപ്പ് നെയിം വരുന്നുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ നജാദിൻ്റെ ഒരു പേരും ബ്രാൻഡ് നെയിമും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഫ്ലാഷ് ലൈറ്റ്, അപ്പുറത്തെ സൈഡിൽ പറഞ്ഞ കണക്ക് തന്നെ ഫ്ലാഷ് ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ മച്ചാമാരെ നമ്മൾ വെളിയിലെ വിശേഷങ്ങൾ മൊത്തം കഴിഞ്ഞ് വണ്ടിയുടെ അകത്തുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം. പരിചയപ്പെടാന്ന് പറഞ്ഞാൽ ജല്ലിക്കെട്ടിൻ്റെ നജാസ് ജല്ലിക്കെട്ടിൻ്റെ ക്യാബിൻ ക്രൂ നമ്മൾ പരിചയപ്പെടാൻ വന്നു. അപ്പം ഇക്കാടെ പേര് അമീർ, ഈ അണ്ണൻ്റെ. എൻ്റെ പേര് ഉമേഷ്. നിങ്ങൾ എത്ര കാലമായി ഈ വണ്ടിക്കകത്തുണ്ട്? ഞാനിപ്പോൾ ഒരു മാസമല്ല, ഒരു വർഷം കൊണ്ടുണ്ട്. ഒരു വർഷം. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ സെറ്റ് കാര്യങ്ങളൊക്കെ ഇവർ പരിചയപ്പെടുത്തരും. അപ്പോൾ ഇതിൻ്റെ സെറ്റ് വർക്ക് എവിടെ ചെയ്തിരിക്കുന്നത്? സെറ്റ് വർക്ക് 2 വന്നാൽ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 6 ആമ്പ് വർക്കാണ് വരുന്നത്, 5 ആമ്പും 1 മോണോ ആമ്പും. ഇതെന്ന് പറഞ്ഞാൽ ക്യാബിൻ സെറ്റ് ആക്കുന്ന വുഡൻ വർക്കില്ല, വുഡനാണ് നമുക്ക് കണ്ടാൽ അറിയാം. പിന്നെയെന്ന് പറഞ്ഞാൽ റെഞ്ചോസിൻ്റെ ഒരു പ്രൊസസ്സർ ഇരിപ്പുണ്ട്, ഒരു DVD, ഒരു സ്റ്റീരിയോ, ഇത്ര ഇതിനകത്ത് വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സ്വിച്ചുകൾ നല്ല പ്രീമിയം സ്വിച്ചുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നജാത്തിൻ്റെ ഗ്രൂപ്പിലെ ക്രൂ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് അതിലൊക്കെ. ഡ്രീം ക്യാച്ചർ, സെറ്റ് ജെല്ലി, നമ്മൾ പുറത്തോണ്ട് അതേ പേര് തന്നെ ഇവിടെ ഉള്ള സെറ്റ് ജെല്ലി എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൽ കൂടെ കാണാൻ കഴിയും അവരെ. ഇപ്പം കണ്ടതെന്ന് പറഞ്ഞാൽ ക്യാബിൻ്റെ വിശേഷങ്ങളാണ്. ഇനി അകത്തോട്ട് എന്തൊക്കെയാ ഉള്ളത് നമ്മൾ പ്രാവശ്യം വെച്ചാൽ പറഞ്ഞത്. ഒരു 43 ഇഞ്ചിൻ്റെ TV ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഒരു 4 ലേസർ ഇരിപ്പുണ്ട്. പിന്നെ ഒരു ഡിജിറ്റൽ ക്ലോക്ക്, ഇത് പ്രകാശിൻ്റെ നമ്മളെ വണ്ടി ഇറങ്ങുമ്പോൾ അടിച്ച സംഭവം ഇത്. പിന്നെ റെഫ്രിജറേറ്റർ ഇരിപ്പുണ്ട്. പിന്നെ ഈ കാണുന്ന തന്നെ ലൈറ്റുകൾ, ഫിഷ് ലൈറ്റും ഉണ്ട്, കിരൺ ലൈറ്റ് ഇല്ല, ഈ സ്ട്രിപ്പ് ലൈറ്റുകൾ വരുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. നല്ല കിടിലെ ലേസറൊക്കെ വെച്ച് പക്കായിട്ട് ആ മേളിൽ തന്നെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു നേരെ നോക്കുമ്പോൾ ഒരു 3.8 കാണാം. അത് നമ്മളെ പാട്ട് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ഇതാവുന്ന 3.8 ആണ്. സൈഡിൽ 2 ബോക്സ് ഇരിപ്പുണ്ട്, JBLന്റെ ബോക്സ് ഇരിപ്പുണ്ട്. JBL 2 ബോക്സ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അതാണ്ട് ഇവിടെ ഒരു TV സെക്കൻഡ് ഒരു TV ഇരിപ്പുണ്ട്. 32 ഇഞ്ചിന്റെ TV അവിടെ ഇരിക്കുന്നുണ്ട്. മിക്ക വണ്ടിയിലും കണ്ടുവരുന്ന കണക്ക് 32 TV ഇരിപ്പുണ്ട്. പിന്നെന്ന് പറയുന്നത് സീറ്റിന്റെ പ്രത്യേകത പുഷ് ബാക്ക് സീറ്റ്. ഇത് യാത്രയ്ക്ക് പോകുന്നതാണ് പുഷ് ബാക്ക് സീറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ കംഫോർട്ട്, എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി ഉറങ്ങാനും പക്കായ. പിന്നെ പറഞ്ഞാൽ ഫാൻ വരുന്നുണ്ട്. വണ്ടിയുടെ സൗണ്ട് ടെസ്റ്റിലോട്ടാണ് പോകുന്നത്. നല്ല പക്ക സാധനമൊക്കെ ഇരിക്കുന്ന, കേട്ട് നോക്കണം, കിട്ടില്ല, കേട്ട് പരിചയപ്പെടാൻ പറ്റും. മച്ചാന്മാരെ നമ്മൾ പറഞ്ഞ സാധനം ഇത് പാട്ട് കേൾക്കുമ്പോൾ തന്നെ 3 ഹെഡ്, പാട്ട് കേൾക്കുമ്പോൾ മാത്രമേ 3 ഹെഡ് കത്തത്തോളൂ.
never would. Told you I changed, even when I knew I never could. Know that I can't find nobody else as good as you. I need you to stay, need you to stay. I get drunk, wake up, I'm wasted. Still realize the time that I wasted. I feel like you can't feel the way I be fucked up if you can be right. If you can't be right, I do the same thing. I told you that I never would. Told you I changed, even when I knew I never could. Know that I can't find nobody else as good as you. I need you to stay. Think I told you that I never would. Told you I changed, even when I knew I never could. Know that I can't find nobody else as good as you. I need you to stay. When I'm away from you, I miss your touch. You're the reason I believe the love. It's been difficult for me to trust, and I'm afraid that I'ma fuck it up. Ain't no way that I can leave you stranded, 'cause you ain't never let me empty-handed. And you know that I know that I can't do without you. So baby, stay. If you can't be right here, I do the same thing. I told you that I never would. Told you I changed, even when I knew I never could. Know that I can't find nobody else as good as you. I need you to stay. മച്ചാമാരെ വെളിയിലുള്ള ഒരു സൗണ്ടാണ്, വണ്ടിയുടെ വെളിയിലുള്ള സൗണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ബാക്ക് ആ ഗ്ലാസ്സൊക്കെ കിടന്ന് വൈബ്രേറ്റ് അടിക്കുന്നു ആയിരിക്കുന്നത്. 2 ബാസ് ട്യൂബ് ആണെങ്കിലും അടിപൊളി സാധനം.
നെജാത്തിൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അതാ നമ്മളെ അടുത്തൊരു ബസ് കിടപ്പുണ്ട്. നമ്മളെ ലൈൻ ബസ്സായ ഗോപാലകൃഷ്ണൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ വണ്ടിക്ക് എന്തൊക്കെ ഉണ്ട് നമ്മളിത് ഇതുവരെ ചെയ്തിട്ടില്ല, നമുക്കൊന്ന് ചെയ്തു നോക്കാം. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കൊണ്ടോടി ബോഡിയെ ലെയ്ലൻഡ് കൊണ്ടോടി ബോഡി. പിന്നെന്തോ അമ്മ പറയാനുള്ളത്, ഈ വീഡിയോ നമ്മളിങ്ങനെ ഒന്ന് കാണിക്കുന്നതാണ്, നമ്മളിതുവരെ എടുത്തിട്ടില്ലാത്തതുകൊണ്ട്. ഇതാ ഞാൻ പറഞ്ഞ വണ്ടി ഗോപാലകൃഷ്ണൻ മടത്തറ, കൊല്ലം മടത്തറ ഇവിടുന്ന് വണ്ടിയായത്. അപ്പോൾ നമുക്ക് ഇതെന്തൊക്കെയാണ് നമ്മളിത് എടുത്തിട്ടില്ല. BS4 വണ്ടി, പുതിയ വണ്ടിയാണ് BS4. ഇവിടെ കൊടുത്തിട്ടുണ്ട് BS4 ഇപ്പം ഇറങ്ങിയ വണ്ടിയാണ്. ഇപ്പം ഇറങ്ങണ്ടേ ലെയ്ലൻഡ് ജെയ്സ് കൊണ്ടോടി ബോഡി. പിന്നെ ഇത് പ്രത്യേകിച്ച് പറയാൻ പറ്റിയ അടിപൊളി വണ്ടി. നമ്മൾ വന്നപ്പോൾ നമുക്ക് സഹകരണം നിന്ന 2 ചേട്ടന്മാരുണ്ട്. ഇത് ഡ്രൈവറും കിളിയായിട്ടുള്ള 2 ചേട്ടന്മാർ. പിന്നെ അതിൻ്റെ ഡ്രൈവറിനെ കിളിയെ നമുക്ക് പരിചയപ്പെടുത്താം. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, അടിപൊളി വണ്ടി. നമുക്കിനി അകത്തുള്ള വിശേഷങ്ങൾ കണ്ടറിയാം. ഇതിൻ്റെ ഇവർ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 102 വർഷമായി. ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 102 വർഷം. വണ്ടി ഓടുന്ന സ്ഥലം താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ സ്ഥലങ്ങൾ മൊത്തമുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയുടെ ഒരു എംബ്ലം കാണാം. പിന്നെ താണ്ട് അവർ സീൻ ചെയ്ത വർഷം വണ്ടിയുടെ. പിന്നെ നമുക്ക് എടുത്തു പറയാനെന്ന് വെച്ചാൽ വണ്ടിയുടെ ബാക്കിലോട്ട് വന്നാലും കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അശോക് ലൈലാൻഡിൻ്റെ ഒരു ഇത് കാണാം. പിന്നെ താണ്ടെ മണ്ടയ്ക്കോട്ട് നോക്കിയാൽ ഗോപാലകൃഷ്ണൻ എന്നൊരു അവരെ പേര് കാണാം. പിന്നെ വണ്ടിയുടെ താഴെ നോക്കിയാൽ അതിൻ്റെ എംബ്ലം. പിന്നെ ക്യാബിനിലോട്ട് കയറിയ ഡ്രൈവർ ചേട്ടൻ തന്നെ നമുക്കെല്ലാം പരിചയപ്പെടുത്തി തരും. ചേട്ടാ ഇത് എന്തൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത്? മൈക്കുണ്ട്, പിന്നെ ഓട്ടോമാറ്റിക് ഡോറ്, പിന്നെ വൈപ്പർ, പിന്നെ ഗ്ലാസ് വണ്ടിയാണ്. ഗ്ലാസ് ആണ് ഫുള്ള് ഗ്ലാസ്. കൊണ്ടോടി ബോഡി. വണ്ടി ഈ വർഷം ഇറങ്ങിയതല്ലേ ഉള്ളൂ? വണ്ടി ഇറങ്ങിയിട്ട് 2 വർഷമായി. 2 വർഷമായി വണ്ടി ഇറങ്ങിയിട്ട്. പിന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടോ? സൗണ്ട് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അടിപൊളി വണ്ടിയാണ്. അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാം. Si el ritmo te lleva a mover la cabeza y empezamos como es.